നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കടലക്കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതിലേക്ക് 2 സവാള അരിഞ്ഞത്, അതിനുശേഷം ഗരം മസാല പൊടിച്ചത് 1 സ്പൂണ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു 20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ലേശം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തത് ഇതിലേക്ക് ഇടുകയാണ് ഒഴിച്ചിരുന്നത്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് കൂടെ ഒഴിക്കുകയാണ്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കടലയൊക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ട്, കണ്ടോ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേങ്ങ ചേർക്കുന്നില്ല, എടുത്ത് മാറ്റുകയാണ്. 2 സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിരിക്കുകയാണ്. നമ്മൾ അതിനാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം തീ കുറച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വെച്ചിട്ട് കറിവേപ്പില ഇത് ഇട്ടതിന് ശേഷം ഒരു ബ്രൗൺ പരുവായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളി അപ്പോൾ നേരം അടച്ച് വെച്ച് വേവിക്കുക. കാര്യം ഇതൊന്ന് കുഴഞ്ഞ പരുവത്തിലാകേണ്ടതുണ്ട്. ചേർക്കുകയാണ് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, തീ കുറച്ച് വയ്ക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഇതിലേക്ക് ചേർക്കുക. നേരത്തെ എടുത്ത് വെച്ച കടല ജാറിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കടലക്കറിയിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. നമ്മൾ കടല അരച്ച് ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഗ്രേവി കിട്ടുന്നതായിരിക്കും. ഇനി അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. നല്ല പൂ പോലത്തെ മുരിഞ്ഞ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്.